പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ സൈനിക കസ്റ്റഡിയിൽ മരിച്ചു എന്ന തരത്തിൽ ഒരു വാർത്ത വരുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നുമുണ്ട്. ഇത് ഇസ്ലാമാബാദിലെ സൈനിക വൃത്തങ്ങൾ ഔദ്യോഗികമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന തരത്തിലുള്ളതാണ് വാർത്ത. ഇതിൻ്റെ സത്യം എന്താണ് എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടു എന്നതിൻ്റെ ലക്ഷ്യവും ഇതുവരെ മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇമ്രാൻഖാനെക്കുറിച്ച് മറ്റൊരു വാർത്ത ഇപ്രകാരത്തിൽ പ്രചരിച്ചിരുന്നു. അതായത് സൈനിക കസ്റ്റഡിയിൽ വെച്ച് ഇമ്രാൻഖാൻ വലിയ ലൈംഗിക പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നു ആ വാർത്ത. എന്ത് തരം ലൈംഗിക പീഡനമാണ് അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ലൈംഗിക പീഡനം എന്ന് പറയുമ്പോൾ അത് എത്തരത്തിലുള്ളതാണ് എന്ന് നമുക്കറിയില്ല. പാകിസ്ഥാനികളുടെ ഒരു സ്വഭാവം വെച്ച്, ഞാനൊക്കെ അവരുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് അവരുടെ ഒരു ലൈംഗിക സ്വഭാവം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലൈംഗിക വൈകൃതത്തിൻ്റെ ആശാന്മാരാണ് പാകിസ്ഥാനുകാർ. എന്തായാലും എന്ത് തരത്തിലുള്ള പീഡനത്തിനാണ് ഇമ്രാൻഖാനെ വിധേയനാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഒരു കാലത്ത് പാക് ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായിരുന്നു ഇമ്രാൻഖാൻ. നമ്മുടെ രാജ്യത്തിൻ്റെ പല ക്രിക്കറ്റ് വിജയമോഹങ്ങളെയും തല്ലി ഉടച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു, അഥവാ ഒരു ബാറ്റ്സ്മാനായിരുന്നു, ബൗളറായിരുന്നു, ഓൾറൗണ്ടറായിരുന്നു ഇമ്രാൻഖാൻ. പിന്നീട് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ നേതാവായി. പാകിസ്ഥാനിൽ ഒരു രാഷ്ട്രീയ നേതാവായി പ്രവർത്തിക്കുക എന്നത് തന്നെ വലിയ സാഹസമാണ്. കാരണം സൈനികരാണ് പാകിസ്ഥാൻ ഭരിക്കുന്നത്. സൈനിക അട്ടിമറികൾക്ക് പേരുകേട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ സൈനികരുടെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യത്ത് പേരിന് ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ഒക്കെ ആവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ സാഹസമാണ്. ഒരു വ്യക്തിയുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അത്. മാത്രവുമല്ല, ഇമ്രാൻഖാൻ പഠാൻ വംശജനാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബികളുടെ കൈവശമുള്ള ഒരു രാജ്യമാണ്. പഞ്ചാബ് എന്ന് പറയുന്ന പ്രവിശ്യ, അവിടുത്തെ ജനങ്ങൾ പരിപൂർണമായിട്ടും കൈകാര്യം ചെയ്യുന്നതാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം, അധികാര കേന്ദ്രങ്ങൾ, ഉദ്യോഗസ്ഥതല സംവിധാനങ്ങളൊക്കെ തന്നെ. ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ശിപായിമാരും പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ബഹുഭൂരിപക്ഷവും പഞ്ചാബ് വംശജനായിരിക്കുക എന്നതാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകത. അവിടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള മുഹാജിറുകൾ, കറാച്ചിയിലേക്ക് താമസിക്കുന്ന ആളുകൾ, പഠാൻ മേഖലയിൽ നിന്നുള്ള ആളുകൾ, പഠാണികൾ, ഇവർക്കൊന്നും കാര്യമായ സ്ഥാനമാനങ്ങൾ എവിടെയുമില്ല. അതുപോലെ ബലൂചിസ്ഥാൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബികളാണ്. ഈ പഞ്ചാബികൾക്കിടയിലേക്കാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാക്കിക്കൊണ്ട് ഇമ്രാൻഖാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഒരു പ്രധാനമന്ത്രിയാവുക എന്ന കാര്യത്തിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നു. നിരവധി കള്ളക്കേസുകളിൽ കുടുക്കി അദ്ദേഹത്തിനെ പാക് ഭരണകൂടം ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. സൈനികർ അദ്ദേഹത്തിനെ എന്തും ചെയ്യും. ഒന്നുകിൽ വെടിവെച്ച് കൊല്ലും, തൂക്കിക്കൊല്ലും, പലതും ചെയ്യും. പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിരവധി പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ജനറൽ നമുക്കറിയാം, സിയാഹുൽ ഹക്ക്, അതുപോലെ സുൽഫിക്കർ അലി ഭൂട്ടോ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ തന്നെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. പാകിസ്ഥാനിൽ ആദ്യമായിട്ട് ഒരു സൈനിക
അട്ടിമറിക്ക് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി അയ്യൂബ് ഖാനാണ്. അതിനുശേഷം നിരവധി പട്ടാള അട്ടിമറികൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ജനകീയ നേതാവായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ അദ്ദേഹത്തിനെ സൈനിക ഭരണകൂടം തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് പറയുന്ന ആ വ്യക്തി വംശീയമായി അദ്ദേഹം സിന്ധ് വംശജനാണ്, പഞ്ചാബിയല്ല. പ്രധാനമായിട്ടും ഈ ഒരു കാരണം കൊണ്ടാണ് സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാനികളുടെ കണ്ണിലെ കരടാവുന്നതും അദ്ദേഹത്തിനെ സൈനിക ഭരണം തൂക്കിക്കൊള്ളുന്നതും. പിന്നീട് സംഭവിച്ചതും നമുക്കറിയാവുന്നതാണ്. പിന്നീട് അധികാരമേറ്റ ജനറൽ സിയാഉൽ ഹഖ് അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അതും ഒരു സൈനിക അട്ടിമറിയിലൂടെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സുൽഫിക്കർ അലി ഭൂട്ടോയുടെ മകൾ ബേനസീർ ഭൂട്ടോ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായി മാറി. അതും ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. തരക്കേടില്ലാതെ അവർ രാജ്യം ഭരിച്ചു എന്ന് പറയാം. അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഇന്ത്യക്കാർ കൊന്നതാണോ? ഇന്ത്യക്കാർ അവിടെ അട്ടിമറി നടത്തിയതാണ്. ഈ പഞ്ചാബികളായ സൈനികരും സൈനിക ഉദ്യോഗസ്ഥന്മാരും ലോബികളും രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ ചേർന്ന് ഗൂഢപദ്ധതികൾ തയ്യാറാക്കി അവരെ വധിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ അപകടത്തിലാണ്. അദ്ദേഹത്തിന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അദ്ദേഹം ഇനി ജീവനോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമോ, അദ്ദേഹം ഡെഡ് ബോഡിയായിട്ട് പുറത്തിറങ്ങുമോ, അത് ലോകം കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം. അഥവാ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിന് പോലും നിലവിൽ ഒരു ഉറപ്പ് നമുക്കില്ല എന്നതാണ് സത്യം.